ഹായ്, ഞാൻ അൻവർ ടോറിനോ. നമ്മൾ അങ്കമാലിയുള്ളത് ഫ്രാൻസിസ് ചേട്ടൻ്റെ സൈറ്റിലാണ്. ഇവിടെ പലതരം കൃഷി കാര്യങ്ങൾ ഇവർ ചേട്ടായി ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഫാമിംഗ് ആണ്, പശു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോഴി, താറാവ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതാണ് പച്ചക്കറി കാര്യങ്ങൾ. പിന്നെ ഇവിടെ മെയിനായിട്ട് വാഴത്തോട്ടമായിരുന്നു. ആ വാഴത്തോട്ടം ഒഴിവാക്കിയതിന് ശേഷം സിമെൻറ്റ് പൈപ്പിലെ കുരുമുളക് കൃഷിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളിവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം അവർ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇനി മുന്നോട്ട് നമ്മൾ കുരുമുളകിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം ചേട്ടായി ഇവിടെ സിമെൻറ്റ് പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്തതാണ്. അത് ലോങ് ലാസ്റ്റിങ് ചെയ്യണം എന്നുള്ളത് ചേട്ടായിക്ക് നല്ലൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് ലോങ് ലാസ്റ്റിങ് ചെയ്യാൻ വേണ്ടി സിമെൻറ്റ് പൈപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് അവിടെ തന്നെ നിന്നോളും. നിങ്ങൾ എന്നാണോ പൊരിച്ച് മാറ്റുന്നത് അന്നേ ഈ പൈപ്പ് ഒഴിവാകുള്ളൂ. അത് 100% ഉറപ്പ് നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ചാലക്കുടിയിൽ ഒരു 300ഓളം കാല് വെച്ചിരുന്നു. അതൊരു 3 മാസം മുന്നേ ആയിരുന്നു. അന്ന് ഇവിടെ വർക്ക് വന്നന്ന് ഈ സൈറ്റ് വിസിറ്റ് ചെയ്ത് പോയതായിരുന്നു. അന്ന് ഇവിടെ വാഴക്കൃഷി ചെയ്യുന്നുണ്ടായിരുന്നത്. അവർ വിളവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിളിക്കുകയും ചെയ്തു. നമ്മളിവിടെ സൈറ്റിൽ വന്നിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ വർക്ക് തുടങ്ങിയതാണ്. നമ്മളിവിടെ ഇന്ന് ശനിയാഴ്ചയാണ് വരുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വർക്കിൻ്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ നോക്കാനും കൂടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ 2-3 ഈ ഏരിയയിൽ തന്നെ 2-3 സൈറ്റ് കാര്യങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ്. നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന വീഡിയോസ് റീലായിട്ട് പോസ്റ്റും ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ മെയിനായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ലാബ് ചാർജ് വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് സൈറ്റിൽ വണ്ടി എത്തുമോ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ മണ്ണ് ഉറപ്പുള്ള മണ്ണാണോ കാര്യങ്ങളാണോ നോക്കും. പിന്നെ നമ്മൾ എംസാൻഡ് മെറ്റൽ ഒക്കെ നമുക്ക് സൈറ്റിൽ വരേണ്ടതാണ്. ഒക്കെ സൈറ്റിലേക്ക് എത്തുമോ എന്നുള്ളത് നോക്കണം. ഏതും ലാൻഡ് ആണെന്നുള്ളത് നോക്കണം. ചില സ്ഥലത്ത് പ്ലെയിൻ ആയിരിക്കും, ചിലത് സ്റ്റെപ്പായിരിക്കും, സ്ക്വയർ ആയിരിക്കും. പല രീതിയിലാണ് ഓരോ ലാൻഡും ഉണ്ടാകുക. ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പായിട്ടാണ്. ചെറിയൊരു പരന്നുള്ള സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പാണ് കുഴിച്ചെടുക്കാൻ. മെഷീനോട് കുഴിക്കാന്നുള്ള ഇതിലായി വിചാരിച്ചത്. പക്ഷേ മാൻ പവർ വെച്ച് തന്നെയാണ് നമ്മളിവിടെ ഫുള്ളായിട്ട് കുഴിച്ചത്. ഇവിടെ 110ഓളം കാലാണ് നമ്മൾ വെച്ചത്. അത് 110ഓളം നമ്മൾ മാൻ പവർ വെച്ചിട്ടാണ്. നമുക്ക് അതിനനുസരിച്ച് ലേബർ ചാർജ് വരികയും ചെയ്തിട്ടുണ്ട്. 3 ദിവസം എടുത്തിട്ടുണ്ട് നമുക്ക് കുഴി ഫുള്ളായിട്ട് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട്. നല്ല ടെമ്പറാണ്, എന്നാലും നമ്മൾ ലെവലിങ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ചെറിയ ഒരു പോയിന്റ് കാര്യങ്ങളൊക്കെ മാറ്റം വരും. ടെമ്പറായതുകൊണ്ട് കുഴിക്കുമ്പോൾ അങ്ങോട്ടും മാൻ പവർ വെച്ച് കുഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. എന്നാലും അവർ നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തതും. നമ്മളിവിടെ കാലിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കാലിൻ്റെ വർക്ക് കയ്യെ കുരുമുളക് നടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് നടുന്നത് ശരിയല്ല. കാല് നട്ടതിന് ശേഷം നമ്മളെ pH റെഡിയാക്കണം. മണ്ണിൻ്റെ pH റെഡിയാക്കി അതിന് നമ്മളിവിടെ നാട്ടിലൊക്കെ കുമ്മായാണ് ഇടൽ. കുമ്മായ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മിനിമം ഒരു 3 ദിവസമാണ് പറയാറ്. ഒരാഴ്ച തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. PVC പൈപ്പിൽ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിന് വെയിൽ കാര്യങ്ങൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ സിമെൻറ്റ് പൈപ്പിലാകുമ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങളോ ഒന്നും വരാനില്ല. കാരണം വെച്ചാൽ നമ്മളിത് പണ്ട് കാലങ്ങളിൽ നമ്മൾ പൈപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫില്ലറായിട്ട് യൂസ് ചെയ്തിരുന്നത്. കൂടുതലായിട്ട് ഹീറ്റിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല. ഏറ്റവും കൂടുതൽ ഹീറ്റ് വരുന്നതാണ് ആലുവ പൂല അടുപ്പിന്. അതിന് വരെ ഹീറ്റ് വന്നിട്ട് പൈപ്പ് പൊട്ടി തെറിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള പൈപ്പാണ് നമ്മളിത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുരുമുളക് കൃഷിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതിയാണ് സിമെൻറ്റ് പൈപ്പിലെ കുരുമുളക് കൃഷി. വെയിൽ കാര്യങ്ങളൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യൂല. PVC പൈപ്പിന് ചില ആൾക്കാരുകൾ പച്ച നെറ്റ് ചുറ്റുന്നുണ്ട്. അതുപോലെ നമ്മളോട് ചോദിക്കും ഇതിന് ചുറ്റണോ ചുറ്റണ്ടേ എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുറ്റാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പൈപ്പിൽ ഇതിൻ്റെ മുകളിൽ തന്നെ നല്ല രീതിക്ക് പിടിച്ചു കയറും, കുഴപ്പമൊന്നുമില്ല. സിമെൻറ്റ് പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 9447603434 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. നെറ്റ് റേറ്റ് പറയുന്ന എല്ലാവരും പറയാൻ പറ്റും. നമുക്കത് നെറ്റ് റേറ്റ് പറയാൻ കഴിയില്ല. അത് സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷമേ നെറ്റ് റേറ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ.